പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശരീരത്തിനെ വിശ്വാസപൂർവ്വം യാത്രയാക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട കരിക്കുഴി ജോസഫിനുണ്ട്, അതുപോലെ നമ്മുടെ ജോസഫ് അച്ഛനുണ്ട്, നമ്മുടെ അജീഷ് അച്ഛനുണ്ട്. അവന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെയും. സ്വർഗ്ഗകവാടം തുറക്കൂ, കാരുണ്യവായ്പോടെ നോക്കൂ, നിന്നിലെ കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. മണ്ണിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മണ്ണിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. വായ്പോടെ നോക്കൂ, നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്ത നാഥാ, മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്ത നാഥാ, നിൻ ദിവ്യ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ. നിൻ ദിവ്യ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ.
സ്വർഗകവാടം തുറക്കൂ. നാഥാ കാരുണ്യവായ്പോടെ നോക്കൂ. നിൻവിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. ധന്യവാനും ആശ്വാസനായകനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച അതേ ആശ്വാസം കൊണ്ട് തന്നെ വിധകൾ അനുഭവിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. പ്രിയ സഹോദര, ജ്ഞാനസ്നാന നീരുറവിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടു ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാവക്കറകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതനായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാ നീ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനിയൊരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. കർത്താവിന്റെ വചനം. കർത്താവിയാഴത്തിൽ നിന്നുമിപ്പോൾ പ്രാർത്ഥനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കൊള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. നീയല്ലമാമക ജീവിതാശ, ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും. ഇരവാകെ കാവൽക്കാർ ജാഗ്രതയിൽ ഉലയെ പാർപ്പിരിക്കുന്നത് പോൽ മൽപ്രാണൻ ദൈവത്തെ പാർത്തിരിപ്പൂ. ഇസ്രായേലും പ്രത്യാശ വച്ചു. ഇസ്രായേലിൻ രക്ഷകൻ നീയാണല്ലോ. കാരുണ്യം തൂകുന്ന പാലകനും വിശ്വം വെടിഞ്ഞോർക്കൻ ദൈവമേ, നീ ശാശ്വത വിശ്രാന്തി നൽകിടണേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും മൃത്യുവരിച്ചോരെ മോചിക്കണേ. മങ്ങാത്ത ദിവ്യപ്രകാശത്തിനാൽ വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാന ദൈവമേ, അങ്ങോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്ത് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ഈ പ്രിയദാസന്റെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോ. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, വേർപാടിൻ്റെ വേദന ദുഃഖമായി പെയ്തിറങ്ങുന്ന ഒരന്തരീക്ഷത്തിലാണ് ഈ ഭവനത്തിൻ്റെ മുമ്പിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മിൽ നിന്നും വേർപിരിഞ്ഞ് ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റീഫൻ്റെ ഭൗതിക ശരീരം പ്രാർത്ഥനാപൂർവം അടക്കം ചെയ്യുന്നതിനുള്ള ആ കർമ്മങ്ങളിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ നൽകുന്ന ഏറ്റവും സ്നേഹവും ആദരപൂർവമായ യാത്രയയപ്പാണ് മരിച്ചടക്ക്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സ്നേഹവുമെല്ലാം പെയ്തിറങ്ങുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ നമ്മിൽ നിന്നും യാത്ര പറഞ്ഞ് പോകുന്നത്. തീർച്ചയായിട്ടും വേർപാട് വളരെ വേദനാജനകമാണ്. പ്രിയപ്പെട്ട സ്റ്റീഫന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി, അതുപോലെ തന്നെ മക്കള്, കുടുംബാംഗങ്ങള്, പ്രിയപ്പെട്ട അമ്മച്ചി, നിങ്ങളുടെയൊക്കെ ദുഃഖത്തിന്റെ ആഴം ഞങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. എല്ലാ അനുശോചനങ്ങളും ഹൃദയപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം അറിയിക്കുന്നു. സ്റ്റീഫൻ രോഗാവസ്ഥയിലായപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ ഈ മരണത്തിന് മുമ്പിൽ നമ്മളൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്: ദൈവം എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന്. ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. തമ്പുരാൻ പ്രാർത്ഥന കേട്ടു. സ്റ്റീഫന്റെ രോഗക്കിടക്കയിലേക്ക് തീർച്ചയായിട്ടും ഈശോ കടന്നു വന്നിട്ടുണ്ട്. ഈശോ കടന്നു വന്നപ്പോൾ സ്റ്റീഫൻ ഈശോയോട് പറഞ്ഞൊരു കാര്യം ഇതേ ഉള്ളൂ: ഈശോയെ, ഞാൻ നിന്നോടൊപ്പം പോരുകയാണ്. സ്നേഹിക്കുന്നവരൊക്കെ ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്നേഹിക്കുന്നവരെയൊക്കെ ഇവിടെ ആക്കി ദൈവകരങ്ങളിൽ സുരക്ഷിതരായി ആക്കിയിട്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തമ്പുരാനോടൊപ്പം സ്റ്റീഫൻ യാത്രയായി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റീഫന് വേണ്ടിയുള്ള ഇടം പിതാവിന്റെ ഭവനത്തിൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈശോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. നമ്മളെപ്പോഴും വലിയ പ്രത്യാശയോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണത്. ഈശോ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. മരണം അത് ദൈവവിളിയാണ്. ആ വിളിക്ക് പ്രത്യുത്തരം, യാതൊരു മടിയും കൂടാതെ പ്രത്യുത്തരം പറഞ്ഞാണ് സ്റ്റീഫൻ ഈശോയോടൊപ്പം യാത്രയായത്. നമ്മൾ ഓർക്കണം, ഇനി നമുക്ക് വേണ്ടി ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സ്റ്റീഫനുണ്ട്. നമ്മുടെ ജീവിത പങ്കാളി അപ്പൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട സ്റ്റീഫൻ. ഒത്തിരി ശുശ്രൂഷകൾ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൃത സമ്പന്നമായ ഒരു ജീവിതം നയിച്ചാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ നിരാശരായി തീരേണ്ടത് പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരിക്കലും പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കുവാനായിട്ട് പാടില്ല. സുഹൃത സമ്പന്നമായ ഒരു ജീവിതം, ത്യാഗസമ്പന്നമായ ഒരു ജീവിതം, സേവന സമ്പന്നമായ ഒരു ജീവിതം, സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനെ ഈശോ ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇനി അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റീഫൻ പ്രാർത്ഥിക്കും. ആ ഒരു വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് സ്റ്റീഫന്റെ ഭൗതിക ശരീരം പ്രാർത്ഥനാ വിധികളോടെ യഥോചിതം സംസ്കരിക്കാം. പ്രാർത്ഥനാ കർമ്മങ്ങളിൽ നമുക്ക് തുടർന്ന് പങ്കുചേരാം. ശ്വാസമുള്ളുന്ന അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരീക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്തരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ.
അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുദ്ധാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരരോടൊന്നു ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിൽ നിന്ന് എണീച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു വന്നതിന്റെ ബാഹ്യ അടയാളമായിരുന്നു. മഹിമയേറിയ ഈ പദവി വല്ലപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹനാകുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹാരഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ലോകത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹാരഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ചിഹ്നമായ ഈ ക്രൂശിത രൂപം. മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മള് ഭവനത്തിലെ ശുശ്രൂഷകൾ സമാപിക്കുകയാണ്. സെമിത്തേരി ചാപ്പലിലേക്കുള്ള യാത്രയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് യാത്രയാകാം. മൃതസംസ്കാരത്തിന് സെമിത്തേരിയിലേക്ക് വരുന്നവർ വാഹനങ്ങൾ കയറുക, ബാക്കിയുള്ളവർ മാറി നിൽക്കുക. നമുക്ക് ഏറ്റവും വിശ്വാസപൂർവ്വം പ്രാർത്ഥനയോടും കൂടെ സ്റ്റീഫന് യാത്ര അയപ്പ് നൽകാം. നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ. പള്ളിയിലോട്ട് പോകാനുള്ളവര് വാഹനങ്ങളെ കയറുക. ഈശ്വരേ പുകഴ്ത്തുവാൻ ദൈവദൂതരുത്തു നിൽക്കെ ഋത്വഗീതി പാടുവാൻ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ. ൂഴിയായ സ്നേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ. ധന്യമാ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകയില്ല തുല്ലുവീ ശാന്തി അന്ത്യ
നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എന്തിനായി പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ ൂഴിയായ രേഖവും മായയായ ആവലോകം കോപമോഹമൊക്കെ നീക്കി ലോകരി കാലമേ വന്യജീവിതം സദാ നയിക്കുവിൻ തമ്പുരാന്റെ മുന്നിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാവിൻ നിങ്ങളെന്നെയും സ്മരിക്കണേ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ നിത്യമന്ദിരത്തിൽ നീയല്ലമാമക ജീവിതാശ ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും ഇരവാകെ കാവൽക്ക ജാഗ്രതയിൽ പുലരിയിൽ പാർത്തിരിക്കുന്നത് പോ മൽപ്രാണൻ ദൈവത്തെ പാർത്തിരിപ്പോ ഇസ്രയേലുമേവം പ്രത്യാശ വച്ചു ഇസ്രയേലിൻ രക്ഷ കാരുണ്യം തൂകുന്ന പാലകനും വിശ്വം വെടിഞ്ഞോക്കെ ദൈവമേ ശാശ്വതത്തിൽ നിന്നുനിപ്പോ ആർത്തശക്തി പാരിടത്തിൽ നൽകൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു നീയല്ലമാമക ജാഗ്രതയിൽ പുലരിയെ പാർത്തിരിപ്പൂ ഇസ്രയേലുമേവം പ്രത്യാശ വച്ചു ഇസ്രയേലിൻ രക്ഷകൻ നീയാണല്ലോ കാരുണ്യം തൂകുന്ന പാലകനും വിശ്വം വെടിഞ്ഞോരി പൂജിക്കണേ മങ്ങാത്തത് പ്രകാശത്തിനാൽ വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോ ആർത്തനായി കീഴുന്നു പാപിയാഞ്ഞ കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോ ആർത്തനായി കീഴുന്നു പാപിയാഞ്ഞ കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടി
സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമോ സർവജീവജാലങ്ങളുടെ നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കണം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരന്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോടെ ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തവരുടെ അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പുറത്തെയും ശിക്ഷകളിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ലിടയനായ ക്രിസ്തുനാഥൻ ഇയാളെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുവിന്റെ സന്നിധി എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. വഹിക്കുവിൻ കരധാരിയായി
കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ സഹോദരന്റെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധമായുള്ള സംസർഗത്തിന്റെയും അടയാളമായി ഈ ദാസനിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസന് സ്വർഗ്ഗകവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ വചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപകളണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തെത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സംസ്കാരത്തിന്റെ സമാപനത്തിനായി സ്ഥലത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ വലിയ സ്നേഹത്തോടുകൂടെ ജീവിച്ച ഒരു കുടുംബമാണ്. അതുപോലെ സ്റ്റീഫൻ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഒത്തിരി സ്നേഹത്തോടുകൂടെ സഹകരിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോടും എന്ന് ഞാൻ കരുതുന്നു. സ്റ്റീഫന് യാത്രാശംസകൾ നേരുകയാണ്. ഈ സംസ്കാര ശുശ്രൂഷയിൽ ഒത്തിരി ഈ കുടുംബത്തോടും സ്റ്റീഫനോടുള്ള സ്നേഹത്താൽ കടന്നു വന്ന് പങ്കെടുത്ത അച്ഛന്മാരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അച്ഛന്മാർ വിളിച്ച് അവരുടെ പ്രാർത്ഥനയും ഈശ്വരനൊക്കെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ രോഗമായ പേരുകുടി ജോസിച്ച്, അതുപോലെ നമ്മളെ ഞായറാഴ്ച പ്രത്യേകമായിട്ട് ഒന്ന് ശുശ്രൂഷ സഹായിക്കണം ആശ്രമത്തിലേക്ക് ജോസഫച്ച്, നമ്മുടെ മുൻപച്ചനായ അജീഷച്ച്, അതുപോലെ കടന്നു വന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നന്ദിയോടെ ഓർക്കുന്നു. നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൂട്ടായ്മ അംഗങ്ങൾ, അതുപോലെ ഏറ്റവും സ്നേഹോചിതമായ ഒരു യാത്രയപ്പ് സ്റ്റീഫന് നൽകുവാനായിട്ട് കരിക്കുഴിയിലുള്ള ജനങ്ങളും കൂട്ടായ്മ അംഗങ്ങളും പങ്കുകൊണ്ടും നേതൃത്വം കൊണ്ടും അത് ക്രമീകരിച്ചു. എല്ലാവരെയും കുടുംബത്തിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം ഇടവകയുടെ നന്ദി. പാരിഷ് കൗൺസിൽ അംഗങ്ങളും അതുപോലെ മറ്റു പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം ഇടവകയുടെ പേരിൽ കുടുംബാംഗങ്ങളോട് ചേർന്ന് നമ്മൾ നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ സമാപന യാത്രയിൽ പങ്കുചേരാൻ വിശ്വാസമുള്ള യാത്രയാക്കാം. സെമിത്തേരിയിലേക്കുള്ള പ്രദക്ഷിണമാണ്. അപ്പോൾ നമ്മൾ കുഴിയെടുത്തത് രണ്ട് സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അതിനടുത്തേക്ക് പോകണം. സംസ്കരിക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള വ്യക്തികൾ മാത്രം, കുടുംബാംഗങ്ങൾ മാത്രം കുഴിയുടെ അടുത്തേക്ക് പോയാൽ മതിയാകും എന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ മകനെ വിശ്വാസപൂർവ്വം യാത്രയാണ്. സെമിത്തേരിയിലേക്കുള്ള പ്രദക്ഷിണമാണ്. ക്ഷണിക്കുക, നമ്മളുടെ വഹിക്കുക. ദൈവത്തിൻ മുഖമെന്ന അടിയൻ ദർശിപ്പു, ചോദിപ്പു പരിഹാസമുടെ ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ അത് പഴയതര ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിലെ പ്രത്യാശ അവർ നൽകുന്നു.
ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസനെ മഹത്വത്തോടെ ഉയർത്തുന്നത് വരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യജയ പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഇയാളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിച്ച് വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സഹോദരൻ സ്റ്റീഫനെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ തന്റെ പക്കലേക്ക് വിളിക്കുവാൻ തീരുമാനത്തായി. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് കൃഷ്ണനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തന്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്ന് വിളിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിങ്കിൽ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്തരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഈ സഹോദരന് വിശ്വാസ നൽകുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പ്രതീക്ഷ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ജ്ഞാനസ്നാജലം കൊണ്ട് കഴുകുകയും വിശുദ്ധജലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്ത ഈ സഹോദരനെ വിശുദ്ധതയും തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരന്റെ വേർപാടുത്തിലായിരിക്കും ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും ജീവൻ പ്രത്യാശ നൽകുമ്പോൾ ജീവൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രിയ സഹോദരൻ സ്റ്റീഫനെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ തന്റെ പക്കലേക്ക് വിളിക്കുവാൻ തീരുമാനസായി. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ നമ്മളിപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ ക്രിസ്തു ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായ നമ്മുടെ ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തന്റെ തേജോമയമായ ശരീരത്തോട് സാരൂപ്യം അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ തൃക്കരങ്ങളിൽ ഈ പ്രിയ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടെ നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ ആത്മാവ് ശുല്ല വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. എല്ലാവരും മൃതദേഹത്തിലെ കുന്തിരിക്ക വിട്ട് ആളിനെ വർപ്പിച്ച് മാറി നിൽക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രകാശമേ നയിക്കുമെന്നീ
ആരെങ്കിലും മൃതദേഹം കാണാനുണ്ടെങ്കിൽ കടന്നു വരിക, പ്രാർത്ഥിക്കുക, കടന്നു പോവുക. അടയ്ക്കുന്നതാണ്. പൂർണ്ണമായ രാത്രിയാടുമ്പോ മൃഗത്തിൽ നിന്നുമേ ദൂരെയാടും ഞാൻ. നീ നയിക്കുക സാഗരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച എന്റെ അത്തരകൾ നിൻവരത്തിനായി എന്റെ പാദമൊന്നു നയിക്കില്ലെത്രയും എന്റെ സാദരം നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുന്നില്ലാതെ ഞാൻ നീ നയിക്കുക. സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. ആസുരാഗതീർന്നിടുന്ന പൊന്നു പീലിലെ സവേശിയാതെ നീ നയിക്കണേ, നീ നയിക്കുക. നീ നയിക്കുക. പരപ്പിലൂടെയും ജലപ്പരപ്പിലും സിഞ്ചനം മഹീജലം കടന്നുപോകും. ഇത്ര നാളെ അനുഗ്രഹിച്ച നിൻകരം നീ നയിക്കുക. സാദരം നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നിത്യപിതാവേ, ഞങ്ങളുടെ പാലിന്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻ പ്രിയമക്കൾ. നിൻ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോകൻ തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ
അതിദാരുണമാം പീഡാസഹ